പരിപാടി കൂവാറ്റി വോയിസിന്റെ 143 പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 7ാം തരത്തിലെ അൻമിത ബിബിൻ. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം കീനാനൂർ കരിങ്കളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KV അജിത് കുമാർ നിർവഹിച്ചു. ചടങ്ങിന് ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ KK രാഘവൻ, MVTA പ്രസിഡന്റ് ശ്യാമിനി ബിബിൻ, രാധിക, ജിൻഷ ടീച്ചർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. SSSS കോർഡിനേറ്റർ MV കമലാക്ഷൻ ക്യാമ്പിനെ കുറിച്ച് വിശദീകരണം നൽകുകയും സ്വാഗതം പറയുകയും ചെയ്തു. PTA പ്രസിഡന്റ് P പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് യൂണിറ്റ് ലീഡർ അൻമിത ബിബിൻ നന്ദി പ്രകാശിപ്പിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ചു നടന്ന പേപ്പർ ബാഗ് നിർമ്മാണത്തിന്റെ വിശേഷങ്ങളുമായി 6ാം തരത്തിലെ അമയ രമേശ് നമ്മോട് സംസാരിക്കുന്നു. ചാമക്കുഴി കൂവാറ്റി സ്കൂളിൽ 19-20 തീയതികളിൽ വച്ച് നടന്ന ദ്വിദിന സഹവാസ ക്യാമ്പിൽ കമലാക്ഷൻ സാറായിരുന്നു പേപ്പർ ബാഗ് നിർമ്മാണത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ സാവധാനമായിരുന്നു സാർ നമ്മൾക്ക് പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്. ഇതിനാവശ്യമായ സാമഗ്രികളായിരുന്നു പേപ്പറും പശയും. ഇത് വളരെ രസകരമായിരുന്നു. ഈ ക്യാമ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പേപ്പർ ബാഗ് നിർമ്മാണം തന്നെയായിരുന്നു. പേപ്പർ ബാഗിന്റെ മധ്യത്തിൽ ഞങ്ങൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ചിഹ്നം വരച്ച് ഒട്ടിച്ചു. പിന്നെ അതിന്റെ താഴെ സേവനം സഹജീവനം എന്നും എഴുതി. നാടൻ കളികളെ കുറിച്ച് 6ാം തരത്തിലെ അനുവൃത ബി കമൽ. സഹവാസ ക്യാമ്പിന്റെ ആദ്യത്തെ ദിവസമായ 19-ന് വൈകുന്നേരത്തെ സെഷൻ കളികളായിരുന്നു. കണ്ണുകെട്ടിക്കളി, എലിയും പൂച്ചയും, കബഡി, കുറുക്കനും കോഴിയും എന്നീ 4 കളികളായിരുന്നു. കമലാക്ഷൻ സാറും ജിൻഷ ടീച്ചറും പരിശീലിപ്പിച്ച ഈ 4 കളികൾ എല്ലാ കുട്ടികൾക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇനിയുള്ള ഞങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ഞങ്ങൾ ഈ കളികൾ കളിക്കും. അടുത്ത ക്യാമ്പിലും ഈ കളികൾ പ്രതീക്ഷിക്കുന്നു. എയറോബിക് ഡാൻസ് സംബന്ധിച്ച വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് 6ാം തരത്തിലെ പ്രഭിക പ്രമോദ്. നമസ്കാരം. സെപ്റ്റംബർ 19, 20 എന്നീ തീയതികളിൽ നടന്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ 2ാം ദിവസത്തിൽ നടന്ന ഒരു ക്ലാസ് ആയിരുന്നു എയ്റോബിക്സ് ഡാൻസ്. കൃത്യം 7 മണിക്ക് തന്നെ ഡാൻസ് ആരംഭിച്ചു. രനീഷ ടീച്ചറായിരുന്നു ക്ലാസ് കൈകാര്യം ചെയ്തു തന്നത്. ക്ലാസ്സിനിടയിൽ ടീച്ചർ കുറെ കുട്ടികളെ സ്റ്റേജിൽ കയറ്റി ഡാൻസ് കളിപ്പിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. 1 മണിക്കൂർ നീണ്ട ഈ ക്ലാസ് വളരെ രസകരമേറിയതായിരുന്നു. ക്ലാസ് അവസാനിച്ചതിനു ശേഷം രനീഷ ടീച്ചർക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചത് 6ാം തരത്തിലെ അനുവൃത ബി കമൽ ആയിരുന്നു. നന്ദി. സ്മൃതിവനം സന്ദർശനത്തെ കുറിച്ച് 7ാം തരത്തിലെ ആദിത്യ KV. നമസ്കാരം. ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂളിൽ 19-20 തീയതികളിൽ വെച്ച് നടന്ന ദ്വിദിന സഹവാസ ക്യാമ്പിൽ രാഘവൻ മാഷിന്റെ കൂടെയായിരുന്നു ഞങ്ങൾ സ്മൃതിവനം സന്ദർശിക്കാൻ പോയത്. 4 ടീമുകളായി തിരിഞ്ഞ് അതിൽ പെരിയാർ, പമ്പ എന്നീ 2 ടീമുകളാണ് സ്മൃതിവനം സന്ദർശിച്ചത്. നമ്മുടെ സ്കൂളിന്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് സസ്യങ്ങളെയും മരങ്ങളെയും ചെടികളെയും എനിക്കറിയില്ലായിരുന്നു. പേരറിയാത്തതും ശ്രദ്ധിക്കാത്തതുമായ ഒരുപാട് സസ്യങ്ങളെ അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ചിറ്റമൃതി, കുടകപ്പാല, മുതിരകം, അങ്ങനെ ഒരുപാട് സസ്യങ്ങൾ ഉണ്ടായിരുന്നു. സ്മൃതിവനം സന്ദർശിച്ചപ്പോൾ എനിക്ക് പുതിയ ഒരുപാട് സസ്യങ്ങളെ പരിചയപ്പെടാൻ പറ്റി. ഇത് എനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. ക്യാമ്പിന്റെ ഭാഗമായി ഒരു ഫാം സന്ദർശനം നടന്നു. വിശദാംശങ്ങളുമായി 7ാം തരത്തിലെ പാർവണ ശ്രേയ P. നമസ്കാരം. ക്യാമ്പിന്റെ ഭാഗമായി 19/8/2024 നന്മയാസ് ഡയറി ഫാം എന്നറിയപ്പെടുന്ന ഗോശാല സന്ദർശിച്ചു. ഗോശാലയുടമ ശ്രീജിത്തിന്റെ ഭാര്യ ശ്രുതിയുമായി ഞങ്ങൾ ഗ്രൂപ്പായി തിരിഞ്ഞ് തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഉപയോഗിച്ച് അഭിമുഖം നടത്തി. അതുവഴി എനിക്കും കൂട്ടുകാർക്കും കൂടുതൽ കാര്യങ്ങൾ ഫാമിനെ കുറിച്ചും പശുക്കളെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. അവിടെ പോയ സമയത്ത് പശുവിനെ യന്ത്രം ഉപയോഗിച്ച് കറക്കുന്ന രീതി കണ്ടിരുന്നു. അത് എനിക്കും മറ്റു കുട്ടികൾക്കും പുതിയൊരു അനുഭവമായിരുന്നു. ജൈവ വൈവിധ്യ രജിസ്റ്റർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് 7ാം തരത്തിലെ അനാമിക മധു. നമ്മുടെ സ്കൂളിൽ 2 ദിവസമായി നടന്ന ക്യാമ്പിൽ ഉണ്ടായ ഒരു പ്രവർത്തനമാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ നിർമ്മാണം. ശ്രീമതി അഖിലയാണ് നമ്മൾക്ക് ഈ ക്ലാസ് എടുത്തു തന്നത്. മാഡം കുറെ അധിനിവേശ സസ്യങ്ങളെ കുറിച്ചും രജിസ്റ്റർ നിർമ്മാണ രീതിയെ കുറിച്ചും പറഞ്ഞു തന്നു. പിന്നെ ഒരു പള്ളത്തിൽ മാത്രം കണ്ടെത്തിയ കൃഷ്ണകേസരി എന്ന ഒരു അപൂർവ സസ്യത്തെ കുറിച്ചും നമ്മൾക്ക് പറഞ്ഞു തന്നു. ഇത് നമ്മൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഈ ജൈവ വൈവിധ്യ രജിസ്റ്റർ നിർമ്മാണം നമ്മുടെ സ്കൂളിൽ നടപ്പാക്കുകയും കുറെ
പുതിയ സസ്യങ്ങളെയും ജീവികളെയും കണ്ടെത്തി ഈ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു പ്രവർത്തനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രവർത്തനമായിരുന്നു. ആദ്യ ദിവസം രാത്രി ക്യാമ്പ് ഫയർ നടന്നു. മുൻ ഹെഡ് മാസ്റ്റർ ജോയ്സ് ജോസഫ്, ഹെഡ് മാസ്റ്റർ ടി സുരേഷൻ എന്നിവർ ചേർന്ന് ക്യാമ്പ് ഫയറിന് തീ കൊളുത്തി. SSS കോർഡിനേറ്റർ ക്യാമ്പ് ഓത്ത് പറഞ്ഞു കൊടുത്തു. തുടർന്ന് 1 മണിക്കൂർ നേരം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണയുമായി SMC ചെയർമാൻ KV അജിത് കുമാർ ഉണ്ടായിരുന്നു. PTA, MBTA അംഗങ്ങളും പങ്കെടുത്തു. സ്കൂളിൽ തന്നെയാണ് രാത്രി താമസിച്ചത്. 24/9/2024 ചൊവ്വാഴ്ച ക്ലാസ് PTA യോഗം നടന്നു. യോഗത്തിൽ രക്ഷിതാക്കളുടെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. പാദവാർഷിക പരീക്ഷ, ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ എന്നിവയായിരുന്നു മുഖ്യ അജണ്ട. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് PEC യോഗം 25/9/2024 ബുധനാഴ്ച പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ വെച്ച് നടന്നു. നമ്മുടെ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് ഹെഡ് മാസ്റ്റർ ടി സുരേഷൻ, PTA പ്രസിഡന്റ് P പ്രദീപ്, MBTA പ്രസിഡന്റ് ഷാമിനി ബിബിൻ എന്നിവർ പങ്കെടുത്തു. പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചിറ്റാരിക്കൽ ഉപജില്ല ഗണിത ക്വിസിൽ സ്കൂളിൽ നിന്നും LP വിഭാഗത്തിൽ 4ാം തരത്തിലെ ആദിശ്രീ GK, UP വിഭാഗത്തിൽ 7ാം തരത്തിലെ ദേവശ്രീ എന്നും പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വാഗ്മയം ഭാഷാ പ്രതിഭ 2024-25 സ്കൂൾ തലത്തിൽ നടത്തിയ മത്സരത്തിൽ LP വിഭാഗത്തിൽ നിന്ന് ആദിശ്രീ GKയും UP വിഭാഗത്തിൽ നിന്ന് അൻമിത ബിബിനും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹിന്ദി പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹിന്ദി സംഘടനയായ ഹമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഹിന്ദി ക്വിസിൽ സ്കൂൾ തലത്തിൽ അൻമിത ബിബിൻ, അഷിക R, കാർത്തികേയൻ S എന്നിവർ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. കുമ്പളപ്പള്ളി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാതല IT ക്വിസിൽ 7ാം തരത്തിലെ തേജലക്ഷ്മി PV പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.